ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ വിഷു ആണ് നാളെ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഇറങ്ങണതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത ഫോട്ടോസാണ് കേട്ടോ അത്. അങ്ങോട്ട് പോകുന്നതിന് തലേ ദിവസം ഞങ്ങൾ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റൂബി, അപ്പോൾ ഗൈസ്, റൂബിനെ നമ്മൾ ഡിക്കിയിലാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ പുറപ്പെടുകയാണ്. റൂബീനെ ഡിക്കിലാക്കി വെച്ചിരിക്കുകയാണ്, കാരണം റൂബീനെ ഡോഗ് കെയറിലേക്ക് കൊണ്ടാക്കണം. പടക്കം സഞ്ചി നിറച്ച് പടക്കങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ അവസാനം വീട്ടിലെത്തി. ഒരു 8 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ആരുട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ ഹലോ പറ. ഹലോ ഹായ് ഗൈസ് പറ. ഹലോ ഹായ് ഗൈസ് എന്ന് പറ. ലൂസി ആണെങ്കിൽ പടക്കത്തിന്റെ ശബ്ദമൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ആരുട്ടിനെ ബോറടിച്ചപ്പോൾ ആരുട്ട് ഞങ്ങളെല്ലാവരും വേണ്ടി കളിക്കാനൊക്കെ വിളിച്ചിരുത്തി. പിന്നെ ആരുട്ടാൻ ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് തുള്ളാനൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് തിരിച്ച് അടിപൊളി, സൂപ്പർ. 1 2 3 4 5 6 തവളച്ചാട്ടം എങ്ങനെയാ? തവളച്ചാട്ടം ആരുട്ട് ഞങ്ങൾക്ക് ആയാശ്വര ഡാൻസ് കാണിച്ചെന്നുണ്ടായിരുന്നു. പുഷപ്പ് എടുക്കണതും സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ തവളച്ചാട്ടൊക്കെ കാണിച്ചെന്നു. പിന്നെ ഇതാ ആരുട്ടൻ ഒതുങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ സമ്മതിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പടക്കങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കി. എല്ലാം ഒന്ന് പടക്കങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാ പടക്കവും പുറത്തേക്ക് എടുക്കുകയാണ് ഗൈസ്. 3 സഞ്ചി നിറച്ച് പടക്കങ്ങളായിരുന്നു കേട്ടോ. പല വെറൈറ്റിയിലുള്ള പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ലാലുചേട്ടൻ കുറച്ച് സാമ്പിളൊക്കെ പൊട്ടിച്ചു. പൊട്ടും പൊട്ടും പൊട്ടും. അടുത്തത് ഗൈസ് എമൗണ്ടൻ ഐറ്റാണ്. ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ്. കണ്ടോ, എനിക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല ഗൈസ്. വെയിറ്റ് ഒന്നുമില്ല, എന്നാലും വെയിറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ശ്രീജിത്താട്ടൻ എൻ്റെ പേരൊക്കെ നോക്കി. അപ്പോൾ ശ്രീജിത്താട്ടൻ പറഞ്ഞു ഇത് വലിയ പടക്കമാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇനിയും പൊട്ടിക്കാണ്ട്. അപ്പോഴൊക്കെ ഇതാ ചേച്ചിയൊക്കെ അവിടെ കിടക്കാൻ ആരംഭിച്ചു കേട്ടോ. ഞങ്ങളിതാ നെക്സ്റ്റ് നമ്മൾ കണി വെക്കാനുള്ള പുറപ്പാടിലാണ്. ആരുടെ നല്ല രസമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ വിഷു കണിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ആദ്യം നമ്മൾ കുറച്ച് 9 ബൗൾ എടുത്തിട്ട് അതിൽ ധാന്യങ്ങൾ നിറയ്ക്കുകയാണ്. 9 ധാന്യങ്ങളാണുള്ളത്. ആരുടെ അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കണത് കണ്ടിട്ട് അതിൽ നോക്കി നിൽക്കുകയാണ്. ക്യാമറയ്ക്കൊന്നും നോക്കണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ചേച്ചി ചിരാത് തുടച്ച് വൃത്തിയാക്കുകയാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചും കൂടെ പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചു. ആരുട്ടനും പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളൊരു കമ്പിത്തിരി എടുത്തപ്പോൾ ആരുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. പിന്നെ ആരുട്ടൻ്റെ ആ പടക്കത്തൊക്കെ വന്ന് പിടിച്ചു, കമ്പിത്തിരിയൊക്കെ കത്തിച്ചു.
എന്താ സന്തോഷം എന്നറിയോ കത്തിച്ചപ്പോൾ. ക്യാമറയൊക്കെ നോക്കി പോസൊക്കെ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെതാ ഞാനും ചേച്ചിയൊക്കെ ഒന്ന് കത്തിച്ചു കേട്ടാ. ഇത് ഭയങ്കര പുകയാണ് ഗൈസ്. പിന്നെ നല്ല വെളിച്ചൊക്കെ ഉള്ളത് കാരണം കണ്ണൊന്നും കാണാനും കൂടിയില്ല. ചേച്ചി ഇതാ അവിടെ എന്താ സർക്കസ് ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ച ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ അതാ അത്യാവശ്യം എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ പുലർച്ചെയാണ് നമ്മൾ കത്തിക്കുള്ളൂ. അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി വന്നിരുന്നു. എന്നിട്ടതാ വീണ്ടും പടക്കം പൊട്ടിച്ചോണ്ടിരിക്കണത്. ഇത് പുകയില്ലാത്ത കമ്പിത്തിരിയാണ്. അത്യാവശ്യം പുകയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടാ. ഞങ്ങളിതാ പിന്നെ ഒരു മയിലിന്റെ പടക്കാണ് ഗൈസ്. പീക്കോക്ക് എന്നൊക്കെയാണ് എഴുതിൻ്റെ അന്നേപ്പതാ. ചുറ്റും ഇങ്ങനെ തീ കത്തുന്ന വിചാരിച്ചു, പക്ഷെ നടുവത്തെ സംഭവം കത്തിയിട്ടില്ല. അടുത്തായിട്ട് എന്താ നമ്മള് പൂക്കുറ്റി കത്തിക്കുകയാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ, കാരണം ഓരോ സ്പാർക്കുന്ന ഒരു ഫ്ലവർ പോലത്തെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പടക്കം ആരാ പൊട്ടിക്കാൻ പോണേ? ആറുപ്പനാണ് കേട്ടോ പൊട്ടിക്കാൻ പോണേ. അടുത്ത പടക്കം എന്താ മേശപ്പൂത്തിരിയാണ് കത്തിക്കാൻ പോണേ. അങ്ങനെ മേശപ്പൂത്തിരി കത്തി ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. മുകളിലേക്കൊക്കെ നല്ല ഹൈറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി. കുറച്ച് നേരെ കത്തിയുള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കത്തിരി കത്തിച്ചു ഗൈസ്. ഞാൻ, ചേച്ചി, ശ്രീലക്ഷ്മി ചേച്ചി, ഐഷ ചേച്ചി, ശ്രീജിത്താട്ടൻ, ആരട്ടനൊക്കെ കൂടിയിട്ട്. ഇത് വലിയൊരു കമ്പിത്തിരി. അപ്പോൾ കുറേ നേരം കത്തുന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചായിട്ടാണ് കത്തുന്നുണ്ടായിരുന്നേ. അതായത് ഇടവിട്ട് അത് തനിയൊക്കെ ഇടും, പിന്നെ നമ്മൾ വീണ്ടും കത്തിക്കണം. അങ്ങനത്തെ ഒരു കമ്പിത്തിരിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കമ്പിത്തിരി ഒരുമിച്ചാണ് അണഞ്ഞു പോയി. ഞാനിങ്ങനെ ചുറ്റിങ്ങനെ വീശി കത്തിക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് അണിഞ്ഞു പോണില്ല കേട്ടോ. കുറെ നേരം അത്യാവശ്യം കത്തി. ഇത് വീണ്ടും ഞങ്ങൾക്ക് കത്തിക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം ഞങ്ങൾ പോയി ഉറങ്ങി. ഇതാ പുലർച്ചെ എണീറ്റ് നമ്മൾ കണി കണ്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട്. അങ്ങനെ എന്താ ഞാൻ എണീറ്റ് ഇതാ കണി കണ്ടു ഗൈസ്. എല്ലാവരും വന്ന് കണി കണ്ടു കേട്ടാ. നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കണി കണ്ട ശേഷമാണ് നമ്മൾ ലാസ്റ്റ് അവസാനം നമ്മുടെ 3 പേര് വന്നത്. അതായത് ശ്രീജിത്താട്ടനും ഐശ്വര്യച്ചയൊക്കെ കണി കാണാൻ വേണ്ടി വന്നത്. അവർ കണ്ണടച്ചിട്ട് സ്റ്റെപ്പൊക്കെ നടന്നിട്ടാട്ടോ വന്നേ. 3 പേര് കണ്ണടച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന ശേഷം എന്താ അവർ അന്ന് കണി കണ്ടു. അങ്ങനെ ഗൈസ് നമ്മൾ കാണിയൊക്കെ കണ്ടു. ഇനി നമ്മൾ മെയിൻ ഐറ്റിലേക്ക് കിടക്കുകയാണ്, പടക്കം പൊട്ടിക്കൽ. വിഷുചക്രവും കമ്പിത്തിരിയും പിന്നെ മത്താപ്പും മറ്റു സാധനങ്ങൾ മറിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാം പൊട്ടിച്ച് സെറ്റാക്കി വെച്ചു. അപ്പം ഞങ്ങൾ കമ്പിത്തിരിയിൽ നിന്ന് തുടങ്ങി ഗൈസ്. അങ്ങനെ കമ്പിത്തിരിയിൽ നിന്ന് തുടങ്ങിയ ശേഷം എന്താ വല്യച്ഛൻ പോയിട്ട് നമ്മുടെ മാലപ്പടക്കം ഉണ്ടല്ലോ, മാലപ്പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയി. കത്തിച്ച് കുറേ നേരമായി, പൊട്ടണ് കാണാനില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊട്ടി ഗൈസ്. ചെവിയൊക്കെ അടിച്ചു പോയി. അടുത്തതാ ചേച്ചി പോയിട്ട് വിഷുചക്രം കത്തിച്ചു. നമ്മുടെ ഷീറ്റിൻ്റെ മേലാട്ടോ കത്തിച്ചേ. കത്തുന്ന കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷുചക്രം ഇറങ്ങിപ്പോയി. നോക്കിയപ്പോൾ അത് ഇറങ്ങിപ്പോയി വല്യച്ഛൻ്റെ അടുത്തേക്ക് പോയി. വല്യച്ഛൻ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടാകുന്നില്ല. വല്യച്ഛൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വല്യച്ഛന് പടക്കുമ്പോൾ പേടിയില്ലാന്ന് തോന്നുന്നു കേട്ടോ. അടുത്തത് ഞങ്ങൾ മേശപ്പൂത്തിരി കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മതിലിൻ്റെ മേലെയായിട്ടാണ് കത്തിച്ചത്. അടുത്തൊരൈറ്റ് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ട്രാഫിക് ലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച അത് കത്തിച്ചപ്പോൾ ആദ്യം കത്തി, പിന്നെ അത് മിന്നാൻ തുടങ്ങിയിട്ടാ. കണ്ണൊക്കെ അടിച്ചു പോവും, അമ്മാതിരി വെളിച്ചാണ്. ഞങ്ങൾക്ക് ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് പൊട്ടിയില്ല കേട്ടാ. കുറേ നേരം ഇങ്ങനെ മിന്നിയപ്പോൾ വെള്ളിയച്ഛൻ എന്താ കാര്യം മനസ്സിലായപ്പോൾ വെള്ളിയച്ഛൻ ആ പടക്കം കയ്യിലൊക്കെ പിടിച്ച് കളിക്കണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി നമ്മുടെ മേശപ്പൂത്തിരിയുടെ ചെറിയ മിനി വെർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കത്തിച്ചു. അത് സെയിം സംഭവം തന്നെ കേട്ടോ. ചെറുതാണെങ്കിലും അതേപോലെ തന്നെയായിരുന്നു കത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോയി.
അടുത്തത് ഇതാ നമ്മള് ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ വിഷുചക്രം വെച്ചിട്ടുണ്ടാകുന്നത്, അത് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇങ്ങനെ പാത്രത്തിൽ തട്ടി ഇങ്ങനെ തിരിഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് കുറേ നേരം കത്തിയിട്ട, കുറേ നേരം ഇങ്ങനെ തിരിഞ്ഞോണ്ടേയിരുന്നു. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോ അത് പാത്രത്തിൽ നിന്നൊക്കെ ചാടി മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. അടുത്തത് ഞങ്ങൾ വാങ്ങിയ പുതിയ ഐറ്റാണ്. ഇതെന്താ ഇങ്ങനെ കത്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, പൂക്കുറ്റിയാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ചേച്ചി അത് കത്തിച്ചു. പിന്നെ ഇതിങ്ങനെ മൊത്തം പൊട്ടാൻ തുടങ്ങിയിട്ടാ. ശ്രീലക്ഷ്മി ചേച്ചി ഓടി ഇങ്ങനെ നല്ല ശബ്ദത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്നും ഓരോ കളറാണ്. പിന്നെ ഇതാ നമ്മൾ വിഷുചക്രം കത്തിച്ചു. ഈ വിഷുചക്രത്തിന് ഞങ്ങളോട് എന്തോ ഒരു വിരോധം ഉണ്ട് തോന്നുന്നു. എല്ലാവരും കത്തിച്ച ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആരുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള ആ ഒരു ഇതിലാണ്. അതാണ് കുട്ടി ഇങ്ങനെ മൂഡ് ഓഫിലിരിക്കണേ. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം പൊട്ടിക്കാൻ പോവാണ്. മറ്റേ വലിയൊരു പെട്ടിയുണ്ടാവില്ല, എൻ്റെ പിസ്റ്റൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകുന്നത്, ആ ഒരു വലിയ പെട്ടി നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അത് ആകാശത്തേക്ക് പോയിട്ട് വലിയ അമ്മത്ത് പോലെ ഇങ്ങനെ റോക്കറ്റ് പോലെ പൊട്ടണ സംഭവമാണ് കേട്ടോ. എത്ര 30 എണ്ണം ഉണ്ടായിരുന്നു അതിൽ. അപ്പം നമ്മൾ അത് കത്തിക്കാൻ പോവാണ്. കത്തിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി വന്നിട്ടാ ഞങ്ങൾ ഇത് പൊട്ടിച്ചത്. വെല്ലച്ചനാണെങ്കിൽ ഒരു പേടില്ലാണ്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കത്തിച്ചപ്പോൾ അത് കത്തിയില്ല, ചീറ്റിപ്പോയെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അടുത്ത് ചെന്നിട്ട് ഒന്നുകൂടെ കത്തിച്ചു. വീണ്ടും കത്തിച്ചപ്പോൾ അത് കത്തിയില്ല, അങ്ങനെ പൊട്ടണമെന്നൊന്നും ഉണ്ടാകുന്നില്ല. പാളിപ്പോയിന്ന് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കത്തി കയറി പൊട്ടാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ എത്ര പൊട്ടിയെന്നറിയില്ല, ഞങ്ങൾ എണ്ണീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ പൂക്കുറ്റി കത്തിക്കാൻ വേണ്ടി പോവാണ്. കുറേ പടക്കം ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കത്തിച്ച് തീരണ്ടേ. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേച്ചിയും പിന്നെ ശ്രീജിത്തേട്ടനും ഐശ്വര്യേച്ചി ലാലച്ചേട്ടനും ശ്രീലക്ഷ്മി ചേച്ചിയും, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ 6 പേര് കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ പൂക്കുറ്റി കത്തിക്കാനുള്ള പ്ലാനിലാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഞങ്ങൾ ഈ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കത്തിക്കുകയാണ്. ഞങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ശ്രീജിത്തേട്ടൻ്റെ പടക്കം തരികയാണ്. ഞാൻ കത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടപ്പുറത്തൊക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പം എനിക്ക് കത്തിക്കാൻ പറ്റിയില്ല, എൻ്റെ പടക്കം മറിഞ്ഞുപോയി കത്തിക്കുമ്പോൾ. അപ്പൊ ഇതിന് ശേഷം പിന്നെ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടാണ്, ഇതുവരെ കണ്ടിട്ടില്ല, സ്ട്രോബെറി എന്നൊക്കെയാ പേര് എഴുതിയിട്ടുണ്ടായിരുന്നേ. വെല്ലച്ചനാണ് കേട്ടോ കത്തിച്ചേ. അപ്പൊ ഇത് മറ്റേ സെയിം ഈ പൂക്കുറ്റി പോലത്തെ സെയിം ആണ്, ഷേപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ പൂക്കുറ്റി പോലെ സെയിം ആയിട്ടാണ് കത്തുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പൊട്ടിച്ച സെയിം സാധനം, അതായത് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോയി പൊട്ടണില്ലേ, ലോങ് ലാസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടണത്, ചേച്ചിയാണ് അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പേര് എന്താണെന്ന് അറിയില്ല, ജോളി ബോബിന് അങ്ങനെ എന്താണ് പേര്. ഇതൊരു പെട്ടിയിലായിട്ട് കിട്ടി, പക്ഷെ ആകെ 3 എണ്ണം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അപ്പൊ അതും കൂടെ പൊട്ടിച്ച് തീർക്കാന്ന് വിചാരിച്ചു.
അതാ നെക്സ്റ്റ് നമ്മള് ആകാശത്ത് പോയി പൊട്ടണ രണ്ടാമത്തെ അമിട്ടിന്റെ ആ ഒരു പെട്ടി നമ്മൾ പൊട്ടിച്ച് ഗൈസ്. നമ്മള് അതും കൂടെ കത്തിക്കാൻ വേണ്ടി പോവാണ്. ലാലുച്ചേട്ടനാണ് ഇതൊക്കെ കത്തിക്കണേ. അപ്പൊ ലാലുച്ചേട്ടൻ ഇത് കത്തിച്ചപ്പോ കത്തി, പക്ഷെ പെട്ടെന്നാണ് കേട്ടാ അതിങ്ങനെ കേറി വന്നത്. ഡബിൾ ഡബിൾ ആയിട്ടാ പൊട്ടുണ്ടാന്നേ. ഇപ്പൊ 30 പൊട്ടിയൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടാ. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി തീരായിരുന്നു. ഇത് 3 ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇനി 3ാമത്തെ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടെ പൊട്ടിച്ച് തീർക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അതും പൊട്ടിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഏറ്റവും വലിയ അമിട്ട് എന്ന് പറഞ്ഞത്. ഞാൻ കൈ പിടിച്ചൊക്കെ പൊന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത്. ഇത് പൂരത്തിനൊക്കെ പൊട്ടണ വലിയ അമിട്ടാണ്. നല്ല ഹൈറ്റിൽ പോയിട്ടാട്ടാ പൊട്ടിയത്. നെക്സ്റ്റ് നമ്മൾ ഐശ്വര്യ ചേച്ചിയും ആരുത്തനും കൂടിയിട്ട് ഒരു മേശപ്പൂത്തിരി കത്തിക്കാന്ന് കേട്ടാ. ആരുത്തൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. 2 ടൈപ്പിലുള്ള മറ്റേ പൂത്തിരിയില്ലേ, മേശപ്പൂത്തിരി, അതാണ് കത്തിക്കുന്നത്. അടുത്ത ചേച്ചി മറ്റേ പീക്കോക്കിന്റെ പടക്കില്ലേ അത് പൊട്ടിക്കുകയാണ്. അപ്പൊ ഇത് നടുവിൽ വെച്ചിട്ടാ പൊട്ടിക്കണ്ടേ. അപ്പൊ ഇത് പൊട്ടിച്ചപ്പോ കറക്റ്റായിട്ട് പൊട്ടിയിട്ടാ. നടുവത്തെയും പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കത്തിച്ചപ്പോ എല്ലാവരും ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കത്തിക്കുമ്പോൾ മനസ്സിലായിണ്ടാവും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒന്നും കൂടെ പടക്കം പൊട്ടിക്കാൻ പോകാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത് മേശപ്പൂത്തിരിയാണ് കേസ്. അപ്പോൾ ഞങ്ങളെല്ലാം താഴെ 6 ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കത്തിട്ടാ. നേരത്തെ പടക്കം ഞങ്ങൾ പൊട്ടിച്ചില്ല, പക്ഷെ ഇപ്പം ഞാൻ കത്തിച്ചു. എല്ലാവരുടെയും കത്തിയുണ്ടായിരുന്നു. എന്ത് ഭാഗ്യമെന്നറിയാം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കത്തുന്ന കാണാൻ. ഇതാ ഞങ്ങൾ ഒന്നും കൂടെ കത്തിക്കാന്ന് വിചാരിച്ചു കേട്ടാ. എനിക്ക് അറ്റത്ത് നിൽക്കുകയാണ് കുറച്ചുകൂടെ എളുപ്പം, കാരണം പെട്ടെന്ന് ഓടാൻ. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥാനം മാറിയായി. ഞാൻ ഇടയിലാണ് നിക്കണേ. അപ്പൊ എന്റെ അടുത്തുള്ള വളക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഓടി മാറി. അപ്പൊ ശ്രുതിത്തേട്ടൻ കൂടെ എന്റെ കത്തിച്ചു തന്നു. അടുത്ത ഐറ്റം നമ്മൾ വേറൊരു ഐറ്റമാണ് കത്തിക്കാൻ പോണേ. വീശുചക്രമാണ് നമ്മൾ കത്തിക്കാൻ പോണേ. അപ്പൊ അതാ എല്ലാവരും നേരത്തെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കത്തിക്കുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ കത്തിക്കുകയാണ്. എന്താണെന്നറിയില്ല, എന്നോട് മാത്രമേ പടക്കങ്ങൾക്ക് എന്താ ഇങ്ങനെയെന്ന്. ഞാൻ കത്തിക്കുമ്പോൾ ഒന്നും കത്തില്ല. എൻ്റെ നോക്കിയപ്പോൾ അത് പകുതി ഭാഗം കത്തിപ്പോയിണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും വിഷുചക്രം കത്തിയില്ല. എന്നിട്ട് അവസാനം അത് ഒറ്റയ്ക്ക് വെച്ചിട്ട് ഒന്നും കൂടെ കത്തിച്ചു. അപ്പം അത് നന്നായിട്ട് കത്തി. 2 ചക്രവും ഞങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കത്തിച്ചേ. മറ്റേനെ കത്തിച്ചു. അപ്പം ഇത് നേരമണം കത്തിയില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. കറക്റ്റ് 6 ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒന്നും കൂടെ കത്തിച്ചു. ഇപ്രാവശ്യം എല്ലാവരുടെയും കത്തിന്ന് വിചാരിച്ചു, പക്ഷെ ഒരെണ്ണം കത്തിയില്ല കേട്ടോ.
അത് കത്തിയില്ല. അതെ ഞാൻ ഇവിടെ കത്തില്ല. ഇനിയും രണ്ട് മറ്റേ മേശപ്പൂത്തിരിയില്ലേ അതിൻ്റെ വേറൊരു ഐറ്റം രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയോടും വല്യമ്മയോടൊക്കെ കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കത്തിക്കണില്ല. അപ്പോൾ അച്ഛനും വല്യച്ഛനും കൂടി ഒരുമിച്ച് കത്തിച്ചു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കമ്പിത്തിരി പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കമ്പിത്തിരി കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം വെളിച്ചം വന്ന് തുടങ്ങി. അപ്പം ഞങ്ങൾ മാലപ്പടക്കം പൊട്ടിച്ച് അവസാനിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ മാലപ്പടക്കം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാതും ഒരുമിച്ച് കെട്ടിയിട്ട് അതിൻ്റെ നടുവിൽ പെട്ടെന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ബാക്കി വന്ന പടക്കം ഉണ്ടായിരുന്നു. അതും കൂടെ വെച്ച് കൊടുത്തു. അപ്പം കത്തണേൻ്റെ ഒപ്പം അതും കൂടെ പൊട്ടിക്കത്തുമല്ലോ. കണ്ട ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ചെറിയ പടക്കങ്ങളൊക്കെ. വല്യച്ഛനാണ് കത്തിച്ചത്. കത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തം പുകമയാണ്. അടുത്തതാ നമ്മൾ മാലപ്പടക്കം പൊട്ടിക്കുകയാണ്. ഇത് ശ്രീജിത്തേട്ടനാണ് കത്തിച്ചത്. കത്തിച്ചപ്പോൾ അത് പൊട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീജിത്തേട്ടൻ അതിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കി. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി. ശ്രീജിത്തേട്ടൻ ഒരൊറ്റ ഓട്ടം ഓടി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അപ്പം തന്നെ നേരം വെളുത്തു. അപ്പോൾ ദാ ഇനിയും മാലപ്പടക്കം ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് അത് കെട്ടിയിട്ട് ഓലപ്പടക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പൊട്ടിച്ചു. പിന്നെ ആരുട്ട ഇതുവരെ കത്തിച്ചിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ ആരുട്ടനെ കമ്പിത്തിരി കൊടുത്തു. ആരുട്ടനെ അത് കത്തുന്ന കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ പുള്ളി ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചു. രാവിലെ ആയല്ലോ. പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ കുളിച്ച ശേഷം ഞങ്ങൾ തറവാട്ടമ്പലത്തേക്ക് പോയി. അവിടെ കൃഷ്ണനൊക്കെ നമ്മൾ പൂജയുണ്ടായിരുന്നു. പിന്നെ വല്യച്ഛനും ശ്രീജിത്തേട്ടനും ലാലച്ചേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് അവർക്ക് എല്ലാവർക്കും അച്ഛൻ കൈനീട്ടം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വില്ലാതിരുന്നത് അമ്പലത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് ആരുമില്ല, ഞാൻ അച്ഛൻ ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. എവിടെയെങ്കിലും ചെന്നാൽ ഏറ്റവും പണി നമ്മൾ സ്ലോ മോഷൻ എടുക്കാമെന്നാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരിക്കും അത് കാണാൻ. ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ തൊഴുതാൻ കൂടിയിട്ടാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് റീൽസ് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ പുറത്താരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പോയി. നടയൊക്കെ അടച്ചു. ഉച്ചയാകുമ്പോൾ നടയൊക്കെ അടയ്ക്കും. അപ്പം എല്ലാവരും പോയി. പിന്നെ ഞങ്ങൾ മാത്രമായിട്ടാ. ഇത് കണ്ടോ ആരാ വീഡിയോ എടുക്കണേന്ന്? ഞാനാണ് കേട്ടോ വീഡിയോ എടുക്കണ്ടായിരുന്നത്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ. ഞാൻ എന്ത് വീഡിയോ ആണ് എടുക്കണേന്ന് വെച്ചാൽ അടുത്തേക്ക് വരുന്നതാ ഈ വീഡിയോ ആണ് ഞാൻ എടുക്കണേ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. പക്ഷെ ചേച്ചി അറിഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് എടുക്കണേന്ന്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് കിടന്നുറങ്ങി. ഞാനും ചേച്ചി എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ അവിടെ സദ്യയിലുള്ള തിരക്കിലായിരുന്നു. താഴെ പായും ഇലയും വിഭവങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നിട്ട് സദ്യ കഴിക്കുകയാണ് കേട്ടോ. ഉറക്കത്തിന് എണീറ്റിട്ടുള്ള ആ ഒരു മൂഡാണ്. അതാണ് ഇങ്ങനെ ഇരിക്കണേ. ഞങ്ങൾ നോക്കിയപ്പോൾ ആരുട്ടൻ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. പപ്പടം കഴിക്കുകയാണ് കേട്ടോ ആരുട്ടൻ. കുറച്ചിനിപ്പോൾ ഇതാ ആരുട്ടനും ഐശ്വര്യച്ചിയും ശ്രദ്ധാടനൊക്കെ റെഡിയാവാണ്. ഐശ്വര്യച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആരുട്ടൻ പോണതിന് മുന്നേ ആരുട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ലൈക്ക് അടിക്കാൻ പറയും ലൈക്ക് സബ്സ്ക്രൈബ്. അങ്ങനെ അതാ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കിയ ശേഷം പിന്നെ ഇതാ ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിറ്റേ ദിവസം ചേച്ചിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട്, എനിക്ക് ക്ലാസ് ഇല്ല, എനിക്ക് വെക്കേഷൻ ആണല്ലോ. ചേച്ചിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പോണേന് മുന്നേ അവിടെ ഗിറ്റാർ ഉണ്ട്. അപ്പം ഞങ്ങൾ ഗിറ്റാർ വെച്ചിട്ട് കുറച്ച് ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോയും റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി നിന്നപ്പോൾ അവിടെയും വർത്തമാനമാണ് കേട്ടോ. അച്ഛൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയൊക്കെ സ്റ്റാർട്ട് സെറ്റാക്കി, എന്നിട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരമായി ഞങ്ങൾക്കൊക്കെ ആകെ പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പോവാൻ നേരത്ത് 1 മണിക്കൂറൊക്കെയാണ് സംസാരിച്ച് നിൽക്കണേ. ഈ വീഡിയോ ഒന്നും എടുക്കണമെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എങ്ങോട്ടെങ്കിലും പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ സംസാരിക്കാറുണ്ട് കേട്ടോ. വല്യമ്മ അവിടെ ഒക്കെ കാണിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ഗൈസ്. വൈകുന്നേരം സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.